ഗസ പിടിച്ചെടുക്കാനും സൈനിക ഭരണം സ്ഥാപിക്കാനും ഫലസ്തീനികളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ്. 3 സൈനിക നടപടികളാണ് ഇസ്രായേൽ പുറത്തെടുക്കാൻ പോകുന്നത്. പിന്നാലെ ട്രംപിൻ്റെ ഗസ പ്ലാനുമുണ്ട്. ഈ പദ്ധതിക്ക് സൈനികരും ആയുധവും ഒരുക്കാനായിരുന്നോ ഇസ്രായേലിന് 1ാം ഘട്ട വെടിനിർത്തൽ? ഒരുങ്ങിയിറങ്ങിയ ഇസ്രായേലിൻ്റെ പുതിയ സൈനിക നേതൃത്വത്തെ തോൽപ്പിച്ച് ഗസയെന്ന കൊച്ചുതുരുത്തിനെ പിടിച്ചു നിർത്താൻ ഹമാസിന് ഇനി ശേഷിയുണ്ടോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഹമാസുമായുള്ള 2 മാസത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് നീങ്ങിയപ്പോൾ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമായ യുദ്ധതന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 15 മാസം വരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ശ്രദ്ധ 3 ഇടങ്ങളിലായിരുന്നു. 1 വടക്കൻ ഗസ, 2 നെറ്റ്സരീം ഇടനാഴിയുടെ കിഴക്ക് ഭാഗം, 3 റഫ. ഈ 3 മേഖലകളിലായിരുന്നു ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യമുണ്ടായിരുന്നത്. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നത് മണ്ടത്തരമാണ് എന്നും നിരവധി ഇസ്രായേലി സൈനികരുടെ ജീവൻ അത് നഷ്ടപ്പെടുത്തും എന്നുമായിരുന്നു മുൻ സൈനിക നേതൃത്വം നെതന്യാഹുവിനെ അറിയിച്ചിരുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലന്റ്, ഇസ്രായേൽ സൈന്യമായ IDFൻ്റെ മേധാവിയായിരുന്ന ഹെർസി ഹലേവി എന്നിവർ ഈ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നു. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ല എന്നും ഇവർ നെതന്യാഹുവിനോട് നിരന്തരം പറഞ്ഞിരുന്നു. ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റിൻ്റെ തലവൻ റോനൻ ബാറും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അനന്തമായി യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിനോട് മൂവർക്കും എതിർപ്പായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിച്ചാൽ കസേര ഒഴിഞ്ഞ് അഴിമതി കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഈ 3 സൈനിക നേതാക്കളെയും മാറ്റാനാണ് നെതന്യാഹു ശ്രമിച്ചത്. ആദ്യം പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ മാറ്റി ഇസ്രായേൽ കാറ്റ്സിനെ പുതിയ മന്ത്രിയായി നിയമിച്ചു. IDF മേധാവിയായിരുന്ന ഹെർസി ഹലേവിക്ക് പകരം ഇയാൽ സമീറിനെ നിയോഗിച്ചിരിക്കുകയാണ്. ഷിൻബെറ്റ് മേധാവിയെ മാറ്റാനുള്ള തീരുമാനത്തിന് പക്ഷേ കോടതി തടയിട്ടു. ഏതായിരുന്നാലും പുതിയ സൈനിക മേധാവി ഇയാൽ സമീറാണ് ഗസയെ പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. 3 സൈനിക നടപടികളാണ് IDF ഗസയിൽ ചെയ്യുന്നത്. 1, ഹമാസിൻ്റെ ഗസയിലെ ഭരണ സംവിധാനത്തെ തകർക്കാനായി ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഗസയിലെ 6 പ്രമുഖ ഹമാസ് ഭരണ നേതാക്കളെയാണ് ഇസ്രായേൽ വധിച്ചത്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സൊലാഹൽ ബർദാവിൽ, ഇസ്മായിൽ ബർഹൂം, പൊതുമരാമത്ത് മേധാവി ഇസാമൽ ദാലിസ്, നീതിന്യായ സംവിധാനത്തിൻ്റെ അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹത്ത, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അണ്ടർ സെക്രട്ടറി മഹ്മൂദ് അബു വത്ഫ, ആഭ്യന്തര സുരക്ഷാ സേനാ വിഭാഗത്തിൻ്റെ ഡയറക്ടർ ബഹജത്ത് അബു സുൽത്താൻ എന്നിവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഇല്ലാതാക്കി. അടുത്ത ഘട്ടം ഗസയിലെ മാനുഷിക സഹായ വിതരണത്തിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ സേന ഏറ്റെടുക്കുക എന്നതാണ്. അതോടെ ഹമാസിന് ഒരു വസ്തുക്കളും കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കാം എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. 3ാമത്തെ കാര്യം, ഹമാസ് പോരാളികളല്ല എന്നുറപ്പുള്ള സാധാരണ ജനങ്ങളെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നതാണ്. വെള്ളവും ഭക്ഷണവും ഇവർക്ക് മാത്രം നൽകുക, ബാക്കിയുള്ളവരെ മുഴുവൻ ഉപരോധിക്കുകയും പരമാവധി ആക്രമിക്കുകയും ചെയ്യുക. ഈ 3 നടപടികളിലൂടെ ഗസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടൽ. വ്യാപകമായ കര ആക്രമണത്തിനായി റിസർവ് യൂണിറ്റുകൾ ഉൾപ്പെടെ നിരവധി ഡിവിഷനുകളെ അണിനിരത്തേണ്ടി വരും. 5 IDF ഡിവിഷനുകളെ ഇതിനുവേണ്ടി പ്രത്യേകമായി ഇസ്രായേൽ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണ നെതന്യാഹുവിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലി മാധ്യമപ്രവർത്തകൻ അമിത് ചഗൽ തൻ്റെ വാരാന്ത്യ കോളത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ട്രംപിൻ്റെ പിന്തുണയോടെയാണ് നെതന്യാഹു ഇപ്പോൾ കളി നിയമങ്ങൾ പൂർണ്ണമായും മാറ്റം വരുത്തുന്നത് എന്നാണ് അമിത് ചഗൽ എഴുതുന്നത്. നെതന്യാഹു സർക്കാരിലെ ഉന്നതർ വാഷിംഗ്ടണിലെത്തി ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയാണിപ്പോൾ. പക്ഷേ നെതന്യാഹുവിൻ്റെ പുതിയ പദ്ധതിക്കെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധമാണ് ആഞ്ഞടിക്കുന്നത്. ഗസയിലുള്ള ബന്ദികളുടെ ജീവൻ ഈ പദ്ധതിയോടെ അപകടത്തിലാകുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ നെതന്യാഹുവിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ 1 ലക്ഷത്തോളം പേരാണ് ഒത്തുകൂടിയത്. ഇനി ഈ പദ്ധതിയുമായി ഇസ്രായേൽ കരസേന ഗസയിലേക്ക് കൂടുതൽ കടന്നാൽ ഹമാസ് എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. വ്യോമാക്രമണം പോലെ എളുപ്പമാകില്ല അത്. നിരവധി ഇസ്രായേൽ സൈനികരുടെ ജീവൻ കളയേണ്ടി വരും. അതറിഞ്ഞു തന്നെയാണ് മുൻ സൈനിക മേധാവികൾ ഇതിനെ എതിർത്തതും. ഗസ പൂർണ്ണമായും പിടിച്ചെടുത്താൽ ഫലസ്തീനികളെ പുറത്താക്കി വിനോദ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം നേടാമെന്ന് നെതന്യാഹുവിനൊപ്പം ട്രംപും കണക്കുകൂട്ടുന്നുണ്ട്. അതിനുള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നു. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പദ്ധതിയാണോ അതോ ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പാണോ അതിജയിക്കുക? കാത്തിരിക്കാം.